അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് ഗുണ്ടൽപേട്ടിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള റൂട്ടാണ്, അതായത് വ്ളോഗാണ്. ഇപ്പോൾ നമ്മളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ്. ഇവിടെ എവിടെയും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല എന്നാണ് അവിടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് പറഞ്ഞത്. ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും, അല്ല എങ്കിൽ വെറുതെ ഇങ്ങനെ ഓടിച്ചു പോവുക, അത്രേ ഉള്ളൂ. സാധാരണ ഈ ടൈമൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആനിമൽസിനൊന്നും കാണാൻ പറ്റാറില്ല. ഞാൻ ഈ റൂട്ട് ആദ്യമായിട്ടാണ് കേട്ടോ, പറഞ്ഞു കേട്ടോന്നല്ലാതെ ഇതുവരെ ഈ വഴി വന്നിട്ടില്ല. ഇവിടെ ഫ്രഷ് ആനപ്പുട്ടൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ആന ഉണ്ടോ എന്നറിയില്ല. ആന എന്തായാലും റോട്ടിലൊന്നും വേണ്ട, സൈഡിൽ നിന്ന് എങ്ങനെ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതെന്നേ ഉള്ളൂ. സാധാരണ മസനഗുഡിയൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് മാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഒരു ആന നിർത്താൻ പാടില്ല എന്നാണ് ഫോറസ്റ്റുകാർ പറഞ്ഞത്. പക്ഷേ ആനെ കണ്ട സ്ഥിതിക്ക് ഒരു വീഡിയോ എടുത്തിട്ട് പോവാം. അത്ര അക്രമകാരിയാണെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സാധാരണ ഞാൻ ഇതുപോലുള്ള റിസർവ് ഫോറസ്റ്റിലൊക്കെ പോകുന്ന സമയത്ത് കൂടുതലും കാണുന്നത് മാനും കുരങ്ങുകളും അങ്ങനെയൊക്കെയാണ്. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു ആനനെ സ്പോട്ട് ചെയ്തത്. എന്തായാലും ഹാപ്പി. വേറെ എന്തെങ്കിലും കാണുമോ നോക്കാം. വെൽക്കം ടു ബന്ദിപ്പൂർ. മറ്റേ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടുള്ള സൈഡ് സീയിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരുപാട് ജീപ്പ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോകുന്ന കണ്ടു. ഇതുപോലുള്ള ജീപ്പ്. ഒരു മയില് പെൺമയിലാണ്, കാണാൻ വലിയ രസമൊന്നുമില്ല. എന്തായാലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ ആനനെ കാണാൻ പറ്റുമെന്ന്. സാധാരണ ഈ ടൈം ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഏർലി മോർണിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കാണാനൊക്കെ പറ്റും. പക്ഷേ ഇതുപോലുള്ള ടൈമൊക്കെ സാധാരണ കാണാറില്ല. ഊട്ടിയിൽ എങ്ങോട്ടൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊട്ടിയിൽ നമ്മുടെ സാധാരണ ആൾക്കാർ പോകുന്ന ടൂറിസ്റ്റ് പ്ലേസിനോടൊന്നും എനിക്ക് എന്തായാലും താല്പര്യമില്ല. വേറെ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണ്ണക്കോരൊക്കെ ആയിരുന്നു ഞാൻ സാധാരണ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കിണ്ണക്കോര പെർമനൻ്റ്ലി ക്ലോസ്ഡ് ആണ്, അവിടെ തന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ. കുറച്ച് മൂടി ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഊട്ടി ഭാഗത്ത് അത്യാവശ്യം മഴ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാൻ കാണാൻ പറ്റിയില്ല. നമുക്കൊന്ന് തിരിക്കാം. ഇതേണ്ട മാനല്ല റോട്ടിൽ വേണ്ട, പുല്ല് എന്നോട്ടെ, നമ്മളെന്തൊരു ശല്യം ചെയ്യുന്നത്. ഇവരെ വേണമെങ്കിൽ ശല്യം ചെയ്യാട്ടോ, ഇവരില്ലാത്ത സ്ഥലങ്ങളില്ല, എല്ലായിടത്തും ഇവനെ കാണാം. വിസിറ്റ് അഗൈൻ കർണാടക സ്റ്റേറ്റ്. അങ്ങനെ കർണാടക കഴിഞ്ഞു, ഇനി തമിഴ്നാടാണ്. ഇനി മുതുമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റ്. ഫീ എങ്ങനെ ഉണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു.
കാറിന് ഫീയോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും അവിടെ നിർത്തുന്ന കാണുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ കണ്ടത് കർണാടകൻ്റെ ഫോറസ്റ്റ് ഏരിയയാണ്. ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് നമ്മുടെ തമിഴ്നാട്ടിൻ്റെ ഫോറസ്റ്റ് ഏരിയയാണ്, മുതുമലൈ. ഇതിപ്പോൾ എവിടെയാണ് എത്താമെന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമുക്ക് മസനഗുഡി വഴി പോകാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും നോക്കാം. അവിടെ നിർത്താൻ പാടില്ല, പക്ഷെ എല്ലാവരും നിർത്തുന്നുണ്ട്. ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഒന്നാമത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റോട്ടിൽ തിരക്ക് കാണുന്നുണ്ട്. ഇവരൊക്കെ എവിടെയെന്നാണ് വരുന്നത്? പിന്നെ എൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത്, ഈ ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ പോയിട്ട് വെറുതെ ആ റഷിൻ്റെ ഇടയ്ക്ക് നമ്മളും കയറിപ്പോയി അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ സാധാരണ ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും, ഇപ്പോൾ മൂന്നാറായി കഴിഞ്ഞാലും ഊട്ടി ആയി കഴിഞ്ഞാലും കൊടൈക്കനാലായി കഴിഞ്ഞാലും ഒക്കെ ഞാൻ ടൂറിസ്റ്റ് പ്ലേസൊന്നും അങ്ങനെ പോകാറില്ല. ഞാൻ ആകെ ഊട്ടിക്ക് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ആകെ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ മറ്റേ പൈൻ ഫോറസ്റ്റ് പിന്നെ ലേക്ക് കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളൂ. അല്ലാത്തപ്പോൾ എപ്പോഴും ഇതുപോലുള്ള ഏതൊക്കെ ഒരു സ്പോട്ട്, അതായത് ഇപ്പം ഞാൻ കണ്ടത് പൊർത്തിഹാട എന്ന് പറയുന്നൊരു വില്ലേജാണ്. മുമ്പ് കിണ്ണക്കോരയായിരുന്നു. കിണ്ണക്കോരയൊക്കെ ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും വ്ളോഗ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ ഇനി ചെയ്യാനും പറ്റില്ല, പെർമനൻ്റ് ക്ലോസ്ഡ് ആണ്, അങ്ങോട്ടേക്ക് പോകാൻ വിടില്ല എന്നാണ് പറഞ്ഞത്. ബസ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിലും ബസ്സിന് കാര്യങ്ങളൊക്കെ പോകാൻ പറ്റും. പക്ഷേ ബസ്സിന് കാര്യങ്ങളൊന്നും പോയിട്ട് കാര്യമില്ല. ആ റൂട്ടൊക്കെ എന്തായാലും ബൈക്കിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്ന പോലെയൊന്നും ഒരിക്കലും വേറെ കാറിലോ അല്ലെങ്കിൽ ബസ്സിലോ ഒന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അത്രയും അടിപൊളി റൂട്ടാണ്. പ്രത്യേകിച്ചൊരു മൺസൂൺ സീസണിലൊക്കെയാണ് പോകുന്നതെങ്കിൽ ആ ഒരു കോടയും കാര്യങ്ങളൊക്കെ വേറെ തന്നെ ഒരു ലെവലാണ്. അത് പോയവർക്ക് മാത്രമേ മനസ്സിലാവൂ. അത് ആ ഒരു പീക്ക് സീസണിലൊക്കെ പോകണം കേട്ടോ. അധികം ആൾക്കാർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കിണ്ണക്കോരയൊക്കെ വെറും ഓവർ ഹൈപ്പ് സ്ഥലമാണ്, അവിടെ ഒന്നും ഇല്ല, കാണാനൊന്നും ഇല്ല, അത്രയും വെയിലും കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡീഗ്രേഡ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ആ ഒരു കറക്റ്റ് ആ ഒരു സീസണിൽ പോയി കഴിഞ്ഞാൽ അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം വേറെ ഇല്ല. അവിടെ കോടയും മഞ്ഞും ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഏരിയ ആണത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, വേറെ വഴിയില്ല. ഇന്ന് ഒരുപാട് റൈഡേഴ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് റൈഡേഴ്സ് ഇത്രയുണ്ട്. ഹോണ്ടേൻ്റെ ആണെന്ന് തോന്നുന്നു, നേരത്തെ കാണുന്നുണ്ട്. CB 350 പിന്നെ ഹൈനസ് ഒക്കെ എടുത്തിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നത് ക്ലബ് റൈഡ് ആവാനാണ് ചാൻസ്. TN ആണ് കൂടുതൽ കാണുന്നത്, തമിഴ്നാട്ടിൽ നിന്നാണ്. ബൈ ബൈ. It was at this moment that he knew he fucked up. മകൻ വല്ലാണ്ട് കത്തുപോയി. ഫോറസ്റ്റ് കാറാട്ടോ. എൻ്റെ പൊന്നോ, എന്താണെന്ന് ചോദിച്ചത്. നല്ല ആൾക്കാരായതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. ഇനി നിർത്തണ്ട. ഞാൻ ആദ്യം വിചാരിച്ചത് വേറെ ആരോ ആണെന്നാണ്. പിന്നെ യൂണിഫോം കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഫോറസ്റ്റുകാരാണെന്ന്.
അവിടെ കാട്ടുപോത്തുണ്ട് കേട്ടോ, കുറച്ച് ദൂരത്താണ്, സൂം ചെയ്തെടുക്കേണ്ടി വരും. വേണ്ട, വെറുതെ റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇത് ഞാൻ ഉദ്ദേശിച്ച റൂട്ട് തന്നെയാണ് കേട്ടോ. നമ്മുടെ സാധാരണ മസനഗുഡിയിൽ നിന്ന് അപ്പുറത്തെ വഴിയാണ് വരാറ്. ഇതിപ്പോൾ ഇവിടുന്ന് നമ്മുടെ മൈസൂർ വഴിയാണ് വന്നത്, അതുകൊണ്ട് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. അതായത് ഇപ്പോൾ മസനഗുഡി വഴി ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് അർത്ഥം. ഏകദേശം ഒരു 2 മാസത്തോളം ക്ലോസ്ഡ് ആയിരുന്നു. അതെന്തോ നമ്മുടെ ഫ്ലവർ ഫെസ്റ്റോ അങ്ങനെ എന്തോ മറ്റും ഉണ്ടായപ്പോൾ ക്ലോസ് ചെയ്തതാണ്. ഇപ്പോൾ തുറന്നിട്ട് അത്രേ ആയിട്ടുള്ളൂ, ഏകദേശം ഒരു 1 മാസം 1.5 മാസം ഞാൻ ആയിട്ടുള്ളൂ. അത്യാവശ്യം റൈഡേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ RTX ഒക്കെ വെച്ചിട്ട് കാണുന്നുണ്ട്. നമ്മുടെ RTX വരട്ടെ, നമുക്കൊരു ട്രിപ്പ് അടിക്കാം. അത് ഊട്ടിയും കൂടെ ഒക്കെയാണല്ലോ, കുറച്ച് ലോങ്ങായിട്ട് പോകാം. അതിന് വണ്ടി കിട്ടണ്ടേ ആദ്യം, വണ്ടി കിട്ടുന്നില്ലല്ലോ, അതല്ലേ മെയിൻ പ്രശ്നം. ഇവിടെയൊക്കെ സാധാരണ ഒരുപാട് മാന് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നൊന്നുമില്ല, മുഴുവൻ ഡ്രൈ ആയി കിടക്കുക. അങ്ങോട്ടൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഒരുപാട് മാൻകൂട്ടമുണ്ട്, കണ്ടില്ലേ? ക്യാമറ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഒരുപാടുണ്ട് കേട്ടോ. എൻ്റെ മോനെ, ഇതൊക്കെ മാനാട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു മരങ്ങാനാണെന്ന്, പിന്നെ അനങ്ങുന്ന കണ്ടപ്പോഴാ മാനാണെന്ന് മനസ്സിലായത്. കണ്ടില്ലേ? ഇവര് ഈ റൂട്ട് വരുന്ന സമയത്ത് ഒരു ക്ഷാമം ഉണ്ടാവില്ല, എവിടെയെങ്കിലും ആയിട്ട് ഇതുപോലെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടാവും. ബാക്കിയുള്ള ആനിമൽസിനെ കാണാനാണ് ബുദ്ധിമുട്ട്. ഇവരുണ്ടാവും, പിന്നെ കുരങ്ങന്മാരുണ്ടാവും ഇഷ്ടം പോലെ. അതിപ്പോൾ ഏത് സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവരുണ്ടാവും കേട്ടോ. ഇവിടെ കരടിയും പുലിയും കടുവയും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇന്നേ വരെ ഇതിനെ ഒന്നും സ്പോട്ട് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോൾ വരുമ്പോഴും ഒന്നിക്കലും മയിലായിരിക്കും, ഇല്ലെങ്കിൽ കുരങ്ങന്മാരായിരിക്കും, ഇല്ല എങ്കിലും മാൻകൂട്ടായിരിക്കും. ഈ 3 മാത്രമേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് വലിയ സൈസ് കടുവ ഇതുപോലെ ഓപ്പോസിറ്റ് ഇങ്ങനെ നടന്നു പോകുന്നതൊക്കെ. ഈ സെയിം ഏരിയ തന്നെ എന്ന് തോന്നുന്നു. ഈ ഇടയിലൊക്കെ അത് നല്ല വൈറലായിരുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും കാണണ്ട, എന്തായാലും കുറച്ച് ദൂരത്തുനിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരുന്നു. അടുത്ത് കാണണമെന്നൊന്നുമില്ല. അത് ആനനെ ആയാലും പുലിയെ ആയാലും എന്തിനായാലും. മാനും കുരങ്ങനൊന്നും പ്രശ്നമില്ല, പക്ഷേ ഇതുപോലുള്ള ആൾക്കാരെ ഒന്നും അടുത്ത് കാണണ്ട, ദൂരെ നിന്ന് ഉണ്ടാൽ മതി. അങ്ങനെ നമ്മുടെ മസനഗുഡി എത്തി. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ സിംഗാര എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അത് അത്യാവശ്യം നല്ല ഏരിയ കേട്ടോ, ഞാൻ മുമ്പ് പോയിട്ടുണ്ട്. ഇവിടുന്ന് മസനഗുഡിയിൽ നിന്ന് റൈറ്റ് എടുത്താൽ മതി. അത്യാവശ്യം നല്ലൊരു വില്ലേജാണ്. ഇവിടെ സാധാരണ വില്ലേജിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഡ്രൈ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നും അങ്ങനെ മഴ അധികം പെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. സാധാരണ ഇങ്ങനെയല്ല, ഇവിടെയൊക്കെ നല്ല പച്ചപ്പ് പിടിച്ച് കിടക്കുന്ന സമയമാണ് ഈ മൺസൂൺ സീസൺ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം അത്രത്തോളം പച്ചപ്പ് കാണുന്നില്ല. ഇതിലൊക്കെ ഇവിടെയൊക്കെ ഡ്രൈ ആയി കിടക്കുക. സാധാരണ മൺസൂൺ സീസണിൽ ഇങ്ങനെയൊന്നുമല്ല, നല്ല പച്ചപ്പും നല്ല കറുത്ത റോഡും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. മുമ്പൊക്കെ വന്നപ്പോൾ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരാഴ്ചയായിട്ട് ഇവിടെ മഴ അധികം ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഇത്ര ഡ്രൈ ആയില്ലായിരുന്നു. ഇനിയിപ്പോൾ ഊട്ടിയിൽ എന്താണ് അവസ്ഥ എന്നറിയില്ല. ഞാനിപ്പോൾ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. എന്നാലും ഇപ്പോൾ അത്യാവശ്യം ചൂടാവാനാണ് സാധ്യത. ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ 16 ഡിഗ്രി കണ്ടു. അത് നൈറ്റാണ് കേട്ടോ. മോർണിംഗ് എന്തായാലും ആ ഒരു ക്ലൈമറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല. ഏകദേശം ഒരു
26-ൻ്റെ മേലോട്ടൊക്കെ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു സംഭവമാണെങ്കിൽ. ഊട്ടിയിലെ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം അവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഭയങ്കര റഷും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ വെറുത്തു പോവും, വെറുതെ ഊട്ടിക്ക് വന്നു എന്നുള്ളൊരു തോന്നൽ വന്നു പോവും, അത്രയാണ്. അതിപ്പോൾ പൈക്കര ഫാൾസ് പിന്നെ പൈൻ ഫോറസ്റ്റ് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ഇപ്പോൾ ഒരു മരത്തിൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു മരത്തിൻ്റെ താഴെ എങ്ങനെയും ഒരു 2 ആളെങ്കിലും ക്യാമറയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് ആ ഒരു ഫീൽ കിട്ടണമെന്നില്ല. ഇതാകുമ്പോൾ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നെ അവിടുത്തെ വില്ലേജിലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് പരിചയപ്പെടാനും സംസാരിക്കാനൊക്കെ ഉള്ള ടൈമും ആ ഒരു സംഭവമൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ കൂടുതലും അത് ആസ്വദിക്കുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ ഊട്ടിയിൽ വരുന്നത്, അവിടെ എന്താണ് ഇതിന് മാത്രം കാണാനുള്ളതെന്നൊക്കെ. നമ്മുടെ ഈ ടൂറിസ്റ്റ് പ്ലേസ് അല്ലല്ലോ കാണാൻ വരുന്നത്, ഇതുപോലുള്ള ഓരോ എക്സ്പീരിയൻസ് അല്ലേ.